സോ ഗൈസ്, ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി മീനൊന്നും ഇല്ലാതെ ആണ് ഇന്നത്തെ എല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അതൊരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ എല്ലാ വീഡിയോസിലാണെങ്കിൽ കൂടുതലും നോമ്പ് തുറ വിഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെജിറ്റേറിയൻ നോമ്പ് തുറ എന്ന് പറയാൻ പറ്റില്ല, കാരണം എഗ്ഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം എന്തായാലും ഇറച്ചി മീനൊന്നും ഇല്ലാത്തൊരു നോമ്പ് തുറയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആളത് അവിടെ ഇരുന്നിട്ട് കാർട്ടൂൺ കാണുന്നുണ്ട്. എന്താ കാണുന്ന ആള്? മാഷ ആൻഡ് ബെയർ കാണുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് കറി വെക്കാം. ഓക്കെ, കറി ഞാൻ എഗ് കറിയാണ് കേട്ടോ വെക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ഏപ്രിലാണ് കേസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ കുറേ ആൾക്കൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ തുടയ്ക്കാനുണ്ട് കൈ, അതാണ് എനിക്കിഷ്ടമായി. അപ്പോൾ എഗ്ഗ് ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ടാകുമായിരിക്കും. ഇനി നമുക്ക് കറി വെക്കാം. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നോമ്പുറൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ബോറ് പരിപാടി കേട്ടോ. നമ്മൾ ഫാമിലി എല്ലാവരും വേണം. എനിക്കിവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. നോമ്പ് തുറക്കാനൊക്കെ കടി ഉണ്ടാക്കുമ്പോൾ അത് നോമ്പ് തുറക്കി തറവാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അത് ഭയങ്കര ഒരു മെമ്മറിയാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ബോറടിക്കില്ല, മടുക്കില്ല. പിന്നെ ആദ്യമൊക്കെ കൂടുതലും പാരൻസ് ഉണ്ടാക്കും, നമ്മൾ കുട്ടികൾ പോയിട്ട് അവിടെ കളിക്കും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാനും ഉണ്ടാക്കാൻ കൂടേണ്ടി വരും, അത് വേറെ കാര്യം. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കൂടെ സംസാരിച്ച് അടുക്കളയിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോൾ അത് നമ്മൾ അറിയില്ല, നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. അതും കുറേ വിഭവങ്ങളുണ്ടാവും. എല്ലാവരും കൂടെ ഒന്നിച്ച് നോമ്പ് തുറക്കാൻ വരുമ്പോൾ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കും. ഭയങ്കര രസമായിരുന്നു. നോമ്പ് തുറ എന്ന് പറയുന്ന ഒരു വേറൊരു ഫീലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കറിയിലേക്ക് നമുക്ക് സാധാരണ പോലെ ഉള്ളി തക്കാളി എല്ലാം വേണം, അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്യാം. അപ്പം നമുക്ക് കറിയിലേക്കുള്ളതൊക്കെ നന്നാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ സവാള 2 എണ്ണം എടുത്തിട്ടുണ്ട്. സവാള തൊലി കളയുമ്പോഴേക്കും മാളൂട്ടി ഇവിടുന്ന് ഇറങ്ങി പോവാന്നൊക്കെ പറയട്ടോ, കാരണം അവൾക്കാണ് ഏറ്റവും കൂടുതൽ കണ്ണീരിയ ഇവിടുന്ന്. നമ്മൾ ഇതിനകത്താണ് കേട്ടോ ചോപ്പ് ചെയ്യുന്നത്. ഞാനിത് വാങ്ങിയതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട്, കാരണം എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കറി വെക്കാറ്. ഉള്ളി കഴുകിയിട്ടാണ് ഇടുന്നത്, ഇനി കഴുകാതിട്ടൊന്നും പറയണ്ട, എല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. ഇനി തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനകത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതുണ്ട് ഓൾറെഡി, ഞാനൊരു 2-3 ദിവസത്തിനൊക്കെ ഒന്നിച്ച് നന്നാക്കി വെക്കാറാണ്. അപ്പം അതുകൊണ്ട് തൽക്കാലം അതുണ്ട്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ചതച്ചിടണമെന്നൊന്നുമില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി തേങ്ങയിലേക്കുള്ളതാണ് കേട്ടോ, അതോടെ വെക്കട്ടെ. ഇനിയിപ്പം മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഞാനിപ്പം ലാസ്റ്റ് കറിയിലിടാമെന്ന് വിചാരിച്ചു. ഇത് മാത്രം നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പച്ചമുളക് വേണ്ടവർ അതിട്ടോ, ഞാൻ പച്ചമുളക് ഇടുന്നില്ല, അത് മാളൂനായിരിക്കും കിട്ടുക, അതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. നമുക്ക് മുളകും പൊടി ഇടാൻ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതിനകത്ത് ഇട്ടാൽ കുഴപ്പമില്ല. ഭയങ്കര നിറച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കുറച്ച് കറി ഞങ്ങൾക്കുള്ളതല്ലേ വെക്കുന്നുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. ഒരുപാട് നിറയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചോപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് വേണം നമ്മൾ മസാലയ്ക്ക് ഇടാൻ. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇവിടെ നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെ പിച്ചിപ്പറിച്ച് ഇട്ട് കൊടുക്കുക ചെയ്യുന്നു കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തതിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് മസാല ഇടാം. ഗരം മസാല ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്. എല്ലാ പൊടികളും ഇടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. ഞാൻ കുറുമ മോഡലല്ല വെക്കുന്നത്, കുറച്ചിങ്ങനെ വറുത്തരച്ച കറി പോലെയാണ്. അപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, മുളകും പൊടി ഇടുന്നുണ്ട്. ഇവിടെ ആർക്കും അങ്ങനെ ഭയങ്കര എരിവ് വേണമെന്നില്ല, അതുകൊണ്ട് ഞാൻ മുളകും പൊടി കുറച്ചേ ഇടാറുള്ളൂ. പിന്നെ ഉപ്പ്, എനിക്ക് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് മനസ്സിലായി വരാനും സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ
ഒക്കെ ഒന്ന് മനസ്സിലായി വരാൻ നല്ല ടൈം എടുത്തിട്ട് എനിക്ക് ബാക്കി എല്ലാ മസാലകളും ഇട്ടാലും ഉപ്പിടുമ്പോൾ എപ്പോഴും ഒരു പേടിയായിരുന്നു. പിന്നെ ഞാൻ ഉമ്മച്ചീനോട് ചോദിക്കും, ഉമ്മച്ചി അറിയാം അവിടെ ഉള്ള ഉമ്മച്ചി എങ്ങനെയാണ് ഇവിടുത്തെ കറിയിൽ എത്ര ഉപ്പ് വേണമെന്ന് പറഞ്ഞു തരാനൊക്കെ ആദ്യം വിളിക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതോട് നമ്മൾ പഠിക്കും. വീഡിയോസിൽ നോക്കുകയാണെങ്കിലും എല്ലാം ഇങ്ങനെ പറയും, ഉപ്പിൻ്റെ കാര്യം വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയും. ഈ ആവശ്യത്തിന് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് സംഭവം നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ഞാൻ കുറച്ചേ ഇടുള്ളൂ, കാരണം കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ഇടാം, കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പായതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് വെക്കാനും പറ്റില്ല. ആ കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നോമ്പിന് ടേസ്റ്റ് നോക്കുക, ഇങ്ങനെ നാവിൽ വെച്ച് നോക്കിയാൽ കുഴപ്പമില്ല എന്ന് ചിലർ പറയണ കേൾക്കാം. അത് സത്യമാണോ? അല്ലെങ്കിൽ നാവിൽ വെച്ചിട്ട് വേഗം കഴുകി കളഞ്ഞാൽ മതിയോ? ടേസ്റ്റ് നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ നോക്കാൻ പാടില്ല, ഒട്ടും നോക്കാൻ പാടില്ല എന്നാണോ? അതിങ്ങനെ പലരും പല അഭിപ്രായം പറയുന്നേക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്കറിയാമല്ലോ എന്താണ്. ഇനി ഈ മസാലയ്ക്ക് നമുക്ക് ഈ ബോയിൽ ചെയ്ത് എഗ്ഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം ഈ മസാലയൊക്കെ ഒന്ന് എഗ്ഗിൽ പിടിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എഗ്ഗ് തൊലി കളയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പഠിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ആക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വരും. കണ്ടോ? ഈ എഗ്ഗ് കൊടുക്കുമ്പോൾ മഞ്ഞ കഴിക്കില്ല ഇത്, അതാണ് കുഴപ്പം. ഇനിയിപ്പോൾ ഈ കറിയിലൊക്കെ മഞ്ഞ എടുത്ത് ഒഴിവാക്കും. ഗൈസ്, ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ചെറിയുള്ളി നന്നാക്കിയിട്ടാണ് കണ്ണ് വെള്ളം വരുന്നത്. നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകം, ഈ വലിയ ജീരകവും ചെറിയ ജീരകവും എനിക്കതുപോലെ മാറിപ്പോകുന്നൊരു സാധനമാണ്. ഇപ്പോൾ കുറേയൊക്കെ റെഡിയായി വരുന്നു. വലിയ ജീരകം തന്നെ ആയിരിക്കും. വലിയ ജീരകവും ചെറിയുള്ളിയും തേങ്ങയും നന്നായിട്ട് വറുത്തെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ തേങ്ങ വറുക്കുമ്പോഴുള്ള മണം. ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ വറുക്കുമ്പോൾ. തേങ്ങ വറുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇങ്ങനെ ഒരു കരിക്കുന്ന മാതിരിയൊന്നും ആക്കുന്നില്ല. ഈ ഒരു കളറിൽ ഏകദേശം ഓഫ് ചെയ്തിടാണ് ഗ്യാസ്. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എഗ്ഗിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്, പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കറി മതിയാവില്ല. നൂൽപുട്ടിനൊക്കെ നല്ല കറി വേണ്ടി വരും. അപ്പം തേങ്ങ അരച്ച് ഒഴിക്കാം കേട്ടോ. കുറച്ച് വെള്ളമാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കാരണം നല്ല തിക്കായിട്ടുള്ളത് കറി. കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിനി നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. നൂൽപുട്ടാണ് കേട്ടോ കടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ പത്തിരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ചൂടാക്കിയ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ കുഴയ്ക്കുന്നതാണ് കേട്ടോ ഏറ്റവും റിസ്ക്. കാരണം ആ ചൂടിൽ കുഴയ്ക്കുമ്പോഴാണ് നല്ല നൈസാവുന്ന പത്തിരി. ചൂടിൽ കുഴയ്ക്കാനാണെങ്കിൽ നല്ല കഷ്ടമാണ്. ഇത് പിന്നെ നമുക്ക് പൊടി വാട്ടിയൊന്നും എടുക്കണ്ടല്ലോ, അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ നൂൽപുട്ടിനി ഉണ്ടാക്കുന്നതിലാണ് നമ്മൾ മസിൽ പിടിക്കേണ്ടത്. ഇനി നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാം. മാവൊക്കെ ഞാൻ അത്യാവശ്യം കുഴച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ലൂസ് വേണം മാവ്, എന്നാലാണ് നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. ഈ നൂൽപുട്ടിൻ്റെ അച്ചിലിട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഹാർഡാണെങ്കിൽ കൈയൊക്കെ നന്നായിട്ട് വേദനിക്കും. എനിക്കങ്ങനെയാണ്. ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അച്ചിലൊക്കെ. ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ആക്കി കൊടുത്താൽ നല്ലതാണ്. ഇനി അല്ലാതെയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതെങ്ങനെ ആക്കി, ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അതിനകത്ത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. നൂൽപുട്ടിൻ്റെ അച്ചിൻ്റെ ഉള്ളിലും കുറച്ചാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിൽ നൂൽപുട്ട് ഉണ്ടാക്കാനൊക്കെ ഈസി ആയിട്ടുള്ള കുറേ മെഷീൻസൊക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, കാരണം വല്ലപ്പോഴും ഒക്കെ നൂൽപുട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് അങ്ങനെ ശ്രദ്ധിച്ചില്ല. മാളൂസ് എന്താ ചോദിക്കണേ? കാർട്ടൂണിലുള്ള എന്തോ വന്ന് ചോദിക്കുന്നുണ്ട് മാളു. എനിക്കിങ്ങനെ ഓരോ തവണ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം ഗൈസ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഇവിടെയൊക്കെ ആവാനുള്ളതാ, എന്നാലും ക്ലീൻ ചെയ്യണം. അപ്പം ഇനി നൂൽപുട്ടൊക്കെ ആവട്ടെ. പിന്നെ ഇറച്ചി മീനൊന്നും ഇല്ലാതെ കടി ഉണ്ടാക്കണോണ്ട് ചോളം വെച്ചിട്ടാണ് ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചോളം വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ചോളം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് കാസറോൾ നിറയെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത്താഴത്തിന് വേറെ ഒന്നും വേണ്ടി വരില്ല തോന്നുന്നു. ഇതെനിക്ക് റിൻസി ഗിഫ്റ്റ് എന്ന കാസറോളാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാനിത് എടുക്കുന്നത്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടു നടക്കാനും സുഖമാണ്. കൊണ്ടു നടക്കാനും മീൻസ് അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കണമെങ്കിൽ ഇതിലിങ്ങനെ പിടിച്ചെടുത്താൽ മതി. പിന്നെ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചോളം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് വെന്താൽ മതി. സ്വീറ്റ് കോൺ ആണ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് കോൺഫ്ലോർ. വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി കേട്ടോ. ആ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മതി. കുറച്ച് വിനെഗർ, സുർക്ക എന്ന് പറയും ഞങ്ങൾ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. എന്നിട്ട് ഈ ചോളം ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇളക്കണം എന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളിയും തക്കാളിയും വെല്ലുള്ളിയും ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുബിക്കാക്ക് വന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് ലയിപ്പിച്ച്. എന്തൊക്കെയാ നല്ല മുട്ടക്കറി ആക്കി വെച്ചിട്ടുണ്ട് കാണുന്നത് തന്നെ. ഇതെന്താ സാധനം? നോമ്പിനല്ലെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ട് കറി. ഇതെന്താ സാധനം? ഇതെന്താണെന്ന് എന്നോട് ചോദിക്കരുത്. ഫ്രിഡ്ജിൽ കുറച്ച് ചോളം ഉണ്ടായിരുന്നു, അതെങ്ങനെയെങ്കിൽ തീർക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. എന്താണെന്ന് അറിയില്ല. അപ്പൊ അതാ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കാണിക്കും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലെടുത്തിട്ട് നമുക്കൊക്കെ ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താവും? ക്രീമി ആവും. നമുക്ക് വേറെ ക്രീം വേണ്ട. നല്ല ചൂടാലേ, പുഴുങ്ങുന്നുണ്ടല്ലേ. ചോളമൊക്കെ പുഴുങ്ങിയെടുത്ത പോലെ എന്നെയും പുഴുങ്ങി. ചൂടാണ് ഗൈസ്. ഇതൊക്കെ മുഖമൊക്കെ അവളെ നോമ്പും ചൂടും. അപ്പൊ എന്താ കടിയോ? കടി അതാ കാസറോളിൽ നിറയെ നൂൽപുട്ടുണ്ട്. ഇരുന്ന് കഴിച്ചു. ഓ നല്ല നൂൽപുട്ടുണ്ട്. ഇച്ചിരി ടൊമാറ്റോ സോസും ഇച്ചിരി സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക്. അപ്പൊ കുട്ടി എന്താ കാട്ടണേ? എന്താണ്? ഇതിലേറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു ക്യാരക്ടറിനെ കാണിച്ചതാ. ആ ഡംബൽ, 100 കിലോന്റെ ഡംബൽ. അതാണ് അബ്ബക്ക് ഇഷ്ടമുള്ളത്. അബ്ബനെ പോലെ തന്നെ ക്യാരക്ടർ. ആ അബ്ബനെ പോലത്തെ ക്യാരക്ടർ. അബ്ബ എന്താ മുട്ട എപ്പോഴും കഴിച്ചും കൊണ്ടാ? എന്റെ മോളെ ഗൈസ്, അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പുതിയ ഐറ്റം. ഇത് തിന്നും പറയാം എന്താണെന്ന്. പിന്നെ ഇതാ അത് നോമ്പില്ലാത്ത ആളത് തിന്നു കണ്ടുപിടിച്ചു. മുന്തിരിൻ്റെ ആളാണ് ഇപ്പോൾ സീസൺ മുന്തിരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നോമ്പ് തുറക്കാനിരിക്കുക. അതൊക്കെ കറിയാക്കിയിട്ടുണ്ട്. പിന്നെ നൂൽപുട്ടുണ്ട്. സ്ക്വാഷാണ് ഇന്ന് ഉണ്ടാക്കിയത്. ജ്യൂസ് അടിക്കാനുള്ള ടൈമും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനിരിക്കാം. നോമ്പില്ലാത്തൊരാൾ നോമ്പ് തുറക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ?
ജ്യൂസും കൊണ്ട് അടിക്കണായിരുന്നു. സമയല്ല ഞാൻ കഴിച്ചു. ഞങ്ങൾ എന്തായാലും നോമ്പ് ഓർക്കട്ടെ ഗൈസ്. എന്താ ഒരുപാട് ഐറ്റം ഉണ്ട്. ഫ്രൂട്ട്സ് ആണ് അല്ലെങ്കിലും നല്ലത്. ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കാം. എണ്ണക്കടി പരമാവധി കുറയ്ക്കാം. എല്ലാരും പറയും നോമ്പ് ഓർക്കുമ്പോ ഇവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണക്കടി. പക്ഷെ ഇടക്ക് പൂതിയാകുമ്പോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ മോബിക്കായും കഴിക്കുന്നുണ്ട്. ഞാൻ സമ്മതിക്കായിട്ടാ. ഞാൻ പറയുന്നത് നമ്മള് പണ്ടത്തെ പോലെ അല്ല. പണ്ട് ഡെയിലി വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ അധികം സൂപ്പർന്നൊക്കെ പറയുന്നുണ്ട് മറ്റോള്. കഴിച്ചു നോക്കട്ടെ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മള് നോമ്പിന് ഉണ്ടാക്കുമ്പോ. പക്ഷെ ഇത് എണ്ണക്കടിയല്ല മുക്കാക്കാം. അല്ല അത് ഹെൽത്തിയാണ്. പക്ഷെ നമ്മള് ഫ്രൂട്ട്സ് നോമ്പ് തുറക്കുമ്പോ ഫസ്റ്റ് ഫ്രൂട്ട്സ് കഴിക്കുക, എന്നിട്ട് വേണം വേറെ എന്തും കഴിക്കാൻ കേട്ടോ. സംഭവം സെറ്റ് ആയിട്ടുണ്ട് കഴിച്ചു. നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാം. ചോളം ഉണ്ടെങ്കിൽ അറിയും. മമ്മ നോക്കട്ടെ എന്താണ്. രസമുണ്ടോ? കുഴപ്പമില്ല. ആ നല്ല ഇതിന്റെ ചീസിന്റെ ഒക്കെ സാധനം വന്നിട്ട് ഓക്കെയാണ്. അപ്പം ഞങ്ങൾ നോമ്പ് ഓർക്കട്ടെ. ഓക്കെ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണ. എന്താ ഇതൊക്കെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. നേരത്തെ കണ്ട പാത്രങ്ങൾ അടുത്തത് തിന്നാന്ന്. മനുഷ്യനാകുമ്പോ കുറച്ചൊക്കെ സപ്ലിമെന്റ് അടിക്കാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞാല് എല്ലാവർക്കും ക്ഷീണം. എനിക്ക് ഫോൺ പിടിച്ചിരുന്നത് എന്റെ കൈ വരുന്നത് എങ്ങനെ വീണ്? നിനക്ക് നോമ്പില്ലല്ലോ. അതന്നെ കോയമ്മേന്റെ വിലക്ക് ഉണ്ടോന്ന് ഒന്നും കൂടെ കണ്ടാ നോക്കട്ടെ. ഒരാള് നിസ്കാര കുപ്പായമാണിത്. എന്താ കാട്ടണേ? ഇതാ ഏകദേശം ഒപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ അത് ഇടുമ്പോ എന്നോട് പറഞ്ഞതാണ് പാന്റ് വേണ്ട മമ്മ കുഞ്ഞിക്കുറാന് ഓതനോ? ഇന്നൊന്ന് ഓത് നോക്കട്ടെ. എന്താ ഓതാൻ അറിയാ? ഫാത്തിഹ ഓത്. ആ കേക്കുന്നില്ല. അപ്പൊ ഞാൻ പോയിട്ട് എത്തുന്ന. ഓക്കെ മാളു ബൈ ബൈ. അസ്സലാമു അലൈക്കും. എന്റെ ഖുർആൻ എടുത്തിട്ട് ഓതുണ്ട്. മാളൂസിന്റെ എടുത്ത് വെച്ചിട്ട് കുഞ്ഞിതായതുകൊണ്ടല്ലേ. എന്റെ ഖുർആനില് ഞാൻ എത്രയോ പേജ് ഓതി വെച്ചത് അടയാളൊക്കെ കളഞ്ഞ ഒരു ദിവസം പഠിക്കാൻ എടുത്തിട്ട്. നീ തന്നെ എന്നിട്ട് ഞാൻ ആദ്യം മുതൽ ഓതുക. ഓ ഭയങ്കരായി പോയി. ആ പുണ്യം കൂടെ കിട്ടട്ടല്ലേ. അതിനു വേണ്ടി ചെയ്തതായിരിക്കൂലേ. ഇനിയിപ്പൊ അങ്ങനെ പറയാലോ. ഓദിക്കോ വേഗം. ഗൈസ് മുബിക്കാക്ക വന്നപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ചായയിൽ ഞാൻ ഏലക്കായ ഇട്ടിട്ടാണ് ഇടയ്ക്ക് ഉണ്ടാക്കുക. അപ്പൊ ചായ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് മിസ്സിന് പുറത്തേക്ക് പോയില്ല ഗൈസ്. ഒന്ന് രണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. കഴിച്ചോ? മൂന്നെണ്ണം കഴിക്കും. വേസ്റ്റ് ആക്കണ്ട. മൂന്നെണ്ണം കഴിച്ചിട്ട് വേസ്റ്റ് ആക്കണം. ഇതൊക്കെ എന്താ സാൻഡ്വിച്ച് ഉണ്ടാക്കണ? വേഗം കഴിക്കും. ഇത് കൊറേ ഉണ്ടാക്കിക്കണല്ലോ. ഞാൻ ഇന്ന് കൊറേ പണിയെടുത്തിക്കണല്ലോ. നെക്കി നെക്കി നെക്കി. ഇല്ല മാവ് നല്ല പാകമാണ്. അതുകൊണ്ട് വലിയ റിസ്ക് എടുക്കാതെ ഞെക്കാൻ പറ്റും. നോക്ക് ഗൈസ് എത്ര ഉണ്ടാക്കിക്കണ. അത്താഴത്തിനും കൂടെയാ. ഒരു കാസ്ട്രോൾ എനിക്ക് ആകെ 5 മതി. എന്താ അത്താഴത്തിനും കൂടെ കഴിച്ചാൽ തീരൂലേ? നാളെ നാളൂന് കൊടുക്കാം. തീർക്കണം. വേസ്റ്റ് ആക്കാൻ പറ്റൂല. കറി കഴിച്ച കൂട്ടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കറീന്റെ ഒരു എഗ്ഗ് മാളു കഴിച്ചേ പറ്റുള്ളൂ. എഗ്ഗ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. കഴിപ്പിക്കുന്നു ഞാൻ അവളെ കൊണ്ട്. 3 എഗ്ഗ് എനിക്കല്ലേ. AC കിട്ടാൻ വേണ്ടിട്ട് ബെഡ്റൂമിൽ വന്നിരുന്ന് കഴിക്കാണ് ഗൈസ്. ചൂടൊക്കെ നടക്കൂല. ഫാനിലൊന്നും നിക്കുന്നില്ല. അതെ
മാളുവിനൊരു എഗ് ഇട്ട് കൊടുക്കും മൂവി. എന്താ കൈ പൊള്ളൂട്ടോ. ഇവർ കഴിച്ച അഭിപ്രായം പറഞ്ഞിട്ടാണ് എനിക്ക് കഴിക്കാൻ തോന്നുള്ളൂ. അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അബദ്ധങ്ങൾ ആർക്കും പറ്റല്ലോ. ചൂടുണ്ടാവേ ചായ ഉണ്ടാവും എന്ന് ഞാനും വേഗം പോയി കഴിക്കട്ടെ ഗൈസ്. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ. ബോധം കിടന്നു. ഞാൻ ഇന്ന് ഇവർക്ക് നോമ്പൊക്കെ എടുത്തിട്ട് ഭയങ്കര ടയർഡായിരുന്നു. അപ്പം ഞാൻ ഇന്നലെയും മാനിക്യൂറും പെഡിക്യൂറും അമ്മക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം ഇന്ന് ഇവർക്ക് രണ്ടാൾക്കും മാനിക്യൂറും പെഡിക്യൂറും മസാജും ഹെയർ മസാജും ലെഗ് സ്പാ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അതിനൊക്കെ ഞങ്ങളോട് പൈസ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അത് സ്വന്തം തന്നെയാണ്. ഞങ്ങള് സ്വന്തം ഞാൻ 10 രൂപ കൊടുത്ത് ഇടക്ക് 10 രൂപ തരുമോ 10 മിനിറ്റ് മസാജ് തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തല്ല. എത്ര സ്റ്റാർ ഉണ്ട് പറയും? 10 11 സ്റ്റാർ ഉണ്ട്. നമ്മക്കോ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു ഞാൻ 10 സ്റ്റാർ കൊടുത്തു. നീ 5 സ്റ്റാർ പുറത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതെ, വേറെ ആരും കമന്റ് ഒന്നും ഇടണ്ട. മസാജ് ചെയ്യാനൊന്നും ആളെ വിളിക്കല്ലേ, ഞങ്ങൾക്ക് മാത്രമേ ചെയ്തു. അതെ അതെ അതെ, എന്റെ കുട്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോസ് കാണാ, ലൈക്ക് ചെയ്യാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ. ഞങ്ങള് ഇപ്പൊ കൊറേ ആയിട്ട് ലോങ് വീഡിയോസ് ഇടാറില്ല. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് ലോങ് വീഡിയോസ് വേണമെന്ന്. അപ്പൊ ഷാനു ഒരു അതെ ഷാനു മുൻകൈ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇന്നിപ്പോ ഇടും അവള്, നിങ്ങൾ വ്ളോഗ് കണ്ടാ മതി. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ മാളു? അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, FB യിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ബൈ ബൈ.